പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഘാന സന്ദർശിച്ചപ്പോഴാണ് ഈ രാജ്യം ഇന്ത്യൻ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായത്. എന്നാൽ ഘാനയുടെ രാഷ്ട്രീയ സാമ്പത്തിക പ്രാധാന്യത്തിനപ്പുറം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ചില വിചിത്രമായ ആചാരങ്ങളുടെയും നാടാണ് ഘാന. അതിലൊന്നാണ് മരണമാഘോഷമാക്കുന്ന പാരമ്പര്യം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, മീനിന്റെയും കാറിന്റെയും പൈനാപ്പിളിന്റെയും രൂപത്തിലുള്ള ശവപ്പെട്ടികൾ. എന്താണ് ഈ വിചിത്രമായ ആചാരത്തിന് പിന്നിൽ? നമുക്ക് ഘാനയുടെ വർണ്ണ കാഴ്ചകളിലേക്ക് കടക്കാം. ഘാനയിലെ ഗോത്ര വിഭാഗത്തിനിടയിലാണ് ഈ അസാധാരണമായ ആചാരം നിലനിൽക്കുന്നത്. അവർ മരണത്തെ ഒരു അവസാനമായിട്ടല്ല, മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിട്ടാണ് കാണുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും സന്തോഷകരവും വർണ്ണാഭവുമായ ഒരു യാത്രയയപ്പ് നൽകണമെന്നാണ് അവരുടെ വിശ്വാസം. ഇതിന്റെ ഭാഗമായാണ് ഫാന്റസി ശവപ്പെട്ടികൾ അഥവാ അബേബോ അഡേഗായ് എന്നറിയപ്പെടുന്ന ഈ ഡിസൈനർ ശവപ്പെട്ടികൾ ഉണ്ടാക്കുന്നത്. ഈ ശവപ്പെട്ടികൾ വെറും ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല. ഓരോ ഡിസൈനിൽ നിന്നും ഒരു കഥ പറയാനുണ്ടാകും. ഒരു മീൻ പിടുത്തക്കാരനാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനുള്ള ശവപ്പെട്ടിക്ക് മീനിന്റെ രൂപമായിരിക്കും. ഒരു ഡ്രൈവർക്ക് അദ്ദേഹം ഓടിച്ചിരുന്ന ട്രക്കിന്റെ രൂപത്തിലുള്ള പെട്ടി. പൈനാപ്പിൾ വിറ്റിരുന്ന ഒരു കച്ചവടക്കാരന് പൈനാപ്പിളിന്റെ ആകൃതിയിലുള്ള ശവപ്പെട്ടി. അതുപോലെ ഒരു സൈനിക മേധാവിക്ക് സിംഹത്തിന്റെ രൂപത്തിലുള്ള പെട്ടിയും റെയിൽവേ ജീവനക്കാരന് ട്രെയിൻ എഞ്ചിന്റെ രൂപത്തിലുള്ള പെട്ടിയുമൊക്കെ അവർ ഒരുക്കും. മരിച്ചയാളുടെ ജോലിയോ ഇഷ്ടങ്ങളോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഒക്കെയാണ് ഈ ഡിസൈനുകളിലൂടെ അവർ ഓർമ്മിക്കുന്നത്. ഈ പാരമ്പര്യം തുടങ്ങി വെച്ചത് സേത് കെയ്ൻ ക്വേ എന്നൊരു ആശാരിയാണ്. 1950കളിൽ ഒരു ഗോത്ര തലവന് കൊക്കോയുടെ കായുടെ രൂപത്തിൽ അദ്ദേഹം ഒരു ശവപ്പെട്ടി നിർമ്മിച്ചു കൊടുത്തു. അതായിരുന്നു തുടക്കം. ഒരിക്കൽ വിമാനത്തിൽ കയറാൻ അതിയായി ആഗ്രഹിച്ച എന്നാൽ അതിന് സാധിക്കാതെ പോയ തന്റെ മുത്തശ്ശിക്ക് വേണ്ടി ഒരു വിമാനത്തിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടിയാണ് അദ്ദേഹം പണിതത്. അവിടെ നിന്നാണ് ഈ ആശയം ലോക പ്രശസ്തമായത്. ഘാനയിലെ മരണാനന്തര ചടങ്ങുകളിലെ മറ്റൊരു പ്രശസ്തമായ കാഴ്ചയാണ് കോഫിൻ ഡാൻസ് അഥവാ ശവപ്പെട്ടി നൃത്തം. ബെഞ്ചമിൻ ഐഡു എന്നയാൾ തുടങ്ങിയ ഈ ശൈലി ദുഃഖിച്ചിരിക്കുന്നതിന് പകരം മരിച്ചയാളുടെ ജീവിതം ആഘോഷിക്കുക എന്ന ആശയത്തിന്റെ ഭാഗമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഈ നൃത്തം ലോകമെമ്പാടും വൈറലായിരുന്നു. ചുരുക്കത്തിൽ ഘാനയിലെ ഈ പാരമ്പര്യം ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്. മരണം ഒരു ദുഃഖകരമായ അന്ത്യമല്ല, മറിച്ച് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെയും ജീവിതത്തെയും ആഘോഷിക്കാനുള്ള ഒരവസരമാണെന്നാണ് അവർ ലോകത്തോട് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ വീണ്ടും ചർച്ചയാകുന്ന ഘാനയുടെ ഈ വർണ്ണാഭമായ പാരമ്പര്യം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.